നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 66ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിഫ്റ്റി 50യിലെ ഏതാനും നല്ല സ്റ്റോക്കുകളുടെ നല്ല വാലുവേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു എൻട്രി എടുക്കാനോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ഗ്രാസിമാണ്. ഇപ്പോൾ ഗ്രാസിമിൻ്റെ ഒരു വർഷത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്രാസിമ ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്ത് മൂവ് ചെയ്യുന്നതായിട്ട്. ഇപ്പോൾ കറൻറ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് 1739 രൂപയ്ക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ നമ്മൾ നല്ലൊരു എൻട്രി കൺസിഡർ ചെയ്യുകയാണ് ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഗ്രാസിമിൻ്റെ കുറച്ച് സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1680 റീജിയണിൽ കുറച്ച് സ്റ്റോക്ക് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതേ സ്റ്റോക്കിൽ തന്നെ നിങ്ങളൊരു ഷോർട്ട് ടൈം ആയിട്ടാണ് എൻട്രി എടുക്കുന്നത്. അതായത് നിങ്ങൾ ഡെലിവറി എടുത്തതിന് ശേഷം 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 10-15% റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 1680 റീജിയണിൽ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാർഗറ്റായിട്ട് 1900 റീജിയൻ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുക. നമുക്കിവിടെ കാണാൻ സാധിക്കും 1900 റീജിയണിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ എമൗണ്ടാണ് ഈ ഒരു റീജിയണിൽ എൻട്രി എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സേഫായിട്ട് മുമ്പോട്ട് ട്രേഡിംഗ് ജേണി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. 1550 റീജിയണിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 130 രൂപയുടെ ഒരു റിസ്ക്കും അതുപോലെ തന്നെ 220 രൂപയുടെ ഒരു റിവാർഡുമാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു ട്രേഡിൽ എടുക്കുന്നത്. അപ്പം ഇതും നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏകദേശം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. നമ്മളിനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യാൻ നമുക്ക് പറ്റിയൊരു നല്ല സ്റ്റോക്കാണ് SBI ലൈഫ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും SBI ലൈഫും ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ മൂവ് ചെയ്യുന്നതാണ്. അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും അപ് ട്രെൻഡ് സപ്പോർട്ടിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കറൻറ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് 1170 രൂപയ്ക്കാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1160, അതായത് ഏകദേശം ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്ന അതേ പ്രൈസിന് തന്നെയാണ്, അതായത് കുറച്ച് 1160 റീജിയനിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് SBI ലൈഫ് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ SBI ലൈഫ് 1160 റീജിയനിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയനാണ്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈമായിട്ട് എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1160 റീജിയൺ, ഈ ഒരു റീജിയണിൽ എൻട്രി എടുത്തതിന് ശേഷം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ടാർഗറ്റായിട്ട് 1275 റീജിയൺ ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു റീജിയൺ ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, വീണ്ടും ഈ ഒരു റീജിയണിൽ നിന്ന് തിരിച്ചും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1275 രൂപ ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു റീജിയണിൽ കുറച്ച് എമൗണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് റീജിയണിൽ വീണ്ടും നിങ്ങൾക്ക് ആവറേജ് ചെയ്ത് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിലെ ഈ സ്റ്റോക്ക് ആഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതല്ല ഈ ഒരു റീജിയണിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ക്യാപിറ്റലിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1090 റീജിയൻ സെറ്റ് ചെയ്യുക. ഈ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ക്യാപിറ്റൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷേ ഈ മാർക്കറ്റിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആയിപ്പോകും. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആകുക, വീണ്ടും നമുക്ക് നല്ല എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 70 രൂപയുടെ ഒരു റിസ്ക്കും 115 രൂപയുടെ ഒരു റിവാർഡുമാണ്. ഇത് ഒരു നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. 1:1.5 സംതിങ് റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മളിവിടെയും കൺസിഡർ ചെയ്യുന്നത്. ഒരു നല്ല എൻട്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഉള്ള ആഴ്ചകളിലും നമ്മൾ കുറച്ച് സ്റ്റോക്കിൻ്റെ നല്ല വാലുവേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാലുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ അനാലിസിസ് ആണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടേതായ കൂടുതലായിട്ട് സ്റ്റഡീസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.